ആൾക്കാരൊന്നും പേടിക്കണം. അത് എന്തോ ഒരു കമ്പിയാണെന്നാണ് വിഷ്ണു പറയുന്നത്. കണ്ടോ വിഷ്ണു വീഡിയോ എടുത്തിട്ട് അടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടി ട്രയൽ നോക്കുകയാണ് ഗൈസ്. വിഷ്ണുവിന്റെ ക്രിയേറ്റിവിറ്റി ഗൈസ്. വേണ്ട, നിന്നെ ഞങ്ങള് തമ്പനയില് കൊടുക്കും. എന്നിട്ട് ബൂസ്റ്റ് ചെയ്യും. എന്തോ സ്മാർട്ടല്ലേ. ഇപ്പൊ നമ്മള് ക്യാമറ വിഷ്ണു പൊട്ടന്റെ കൊടുക്കുകയാണ്. യെസ്, ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് എല്ലാരും വാങ്ങിടുക. അപ്പൊ നമ്മുടെ മിന്നാണ് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മൾ വണ്ടിയൊക്കെ എടുത്തൊരു വെഡിങ് വർക്ക് എടുക്കാന്നുള്ളത്. അതായത് ഇതിന് മുമ്പത്തെ കല്യാണങ്ങൾക്കൊക്കെ നമ്മള് ബൈക്കൊക്കെ എടുത്ത് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. അവസാനം നമ്മൾ ഡ്രീം ചെയ്യണം, എന്നാലേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അതിന് വേണ്ടി യെസ് കഷ്ടപ്പെട്ടാലേ നമുക്ക് അതിന് വേണ്ടി അതുള്ള കിട്ടുള്ളൂ. കുറച്ച് എഫേർട്ടൊക്കെ എടുക്കണം. യെസ്, പുതിയ സ്റ്റുഡിയോ. അപ്പൊ നമ്മളിപ്പോ TD സ്റ്റുഡിയോ, അതായത് തടത്തിൽ ഡിജിറ്റൽ സ്റ്റുഡിയോ ഒരു ബേസിലാണ് ഇപ്പൊ നമ്മൾ വർക്ക് എടുത്തേക്കണേ. പക്ഷെ അതല്ല ഒറിജിനലി. സ്റ്റുഡിയോ നമുക്ക് വേറെ ഉണ്ട്. പിന്നെ ഇന്നത്തെ വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ ബേസിലായിരിക്കും വർക്ക് പോവുക. അപ്പൊ നമുക്ക് കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ ഒരു പാർട്ട്ണർഷിപ്പിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇത്ര നാള് കഷ്ടപ്പെട്ട് ബൈക്കിൽ മഴയൊക്കെ കൊണ്ട് ഫ്രീലാൻസ് വർക്കേഴ്സ് ആണ്. വി ആർ ദ ഫ്രീലാൻസേഴ്സ്. ഞങ്ങൾ പിന്നെ ഇവര് രണ്ടുപേരും അങ്ങനെയാണ് വർക്കിന് പോയായിരുന്നത്. ഇപ്പൊ ആദ്യമായിട്ടാണ് ഒരു 4 പേരായിട്ട്, അതും ഞങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന മറ്റേ തടത്തിൽ ഡിജിറ്റൽ സ്റ്റുഡിയോ, അതിന്റെ ബേസിലാണ് നമ്മളിപ്പോ വർക്ക് എടുത്തേക്കണേ. അവരാണ് ഫുൾ നമുക്ക് എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. നമ്മുടെ വർക്ക് ഉണ്ട്, നമ്മുടെ ഇഷ്ടമായി, അങ്ങനെ എടുത്തതാണ്. അപ്പൊ നിങ്ങളും ഞങ്ങളുടെ വർക്ക്. പിന്നെ നമ്മുടെ പുതിയൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്, TD സ്റ്റുഡിയോ തന്നെയാണ് പേര്. അതുകൊണ്ട് പിന്നെ നമ്മുടെ പേഴ്സണൽ വർക്കൊക്കെ സൈൻ അവന്റെ ഫിലിംസ് എന്ന് പറഞ്ഞിട്ട്. നിന്റെ പേജിന്റെ പേര് എന്തായിരുന്നു? എല്ലാതും നമ്മള് യൂട്യൂബിന്റെ ഇതിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. എല്ലാതും. അപ്പൊ നമ്മുടെ വർക്ക് നമുക്ക് നോക്കാം, വിളിക്കാം. ഫ്യൂച്ചർ അല്ല, ഫ്യൂച്ചറിലാണ്. നമ്മളിപ്പോ കറന്റില് നമ്മളിപ്പോ ഒരു ഷൂട്ടിന്റെ പ്ലാനിങ് നടക്കുന്നുണ്ട്. അതിന് പ്രീ പ്രൊഡക്ഷൻ വർക്ക് ഏകദേശം കഴിയാറായി. ഇപ്പൊ സ്ക്രിപ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇല്ലടാ, നമുക്ക് ലൊക്കേഷൻ ഹെഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനു മുമ്പ് നമ്മുടെ പുതിയൊരു ഷോർട്ട് ഫിലിം ഇറങ്ങുന്നുണ്ട്. യെസ്, ഓൾട്ടർ എന്നാണ് പേര്. അപ്പൊ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഈ അടുത്ത് തന്നെ ഇറങ്ങും. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോന്നല്ല, ഞങ്ങൾ ചെയ്ത കഷ്ടപ്പാടിന്റെ ഒരു സംഭവം. എന്നിട്ട് ഫീഡ്ബാക്ക് തരണം. അതായത് മോശമായാലും നല്ലതാണ്, ഫീഡ്ബാക്ക് തരണം. കമന്റ് ചെയ്യാം. യെസ്, അതിപ്പോ ഒരു വിഷയമല്ല. നീരജിന്റെയോ ഇതിക്കോ. കാരണം ഞങ്ങള് മറ്റേ പുതിയ വലിയ ആൾക്കാരെ പോലെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി അങ്ങനത്തെ ഇതാക്കണമെന്നല്ല. സിനിമയോടുള്ള ഒരു ഇഷ്ടം പാഷൻ കാരണമൊക്കെ. അപ്പൊ നമ്മുടെ ഫുൾ സപ്പോർട്ടാണ്. കമ്പനി നമ്മുടെ സപ്പോർട്ടാണ്. എല്ലാരും സപ്പോർട്ടിങ് ആണ്. യെസ്, എല്ലാരും നമ്മുടെ ഫാമിലി, കമ്പനി. യെസ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ ഇവിടെ വരാൻ ഞങ്ങള് അത് കാണാം. യെസ്, ജെന്യുവൻ ആയിട്ടുള്ള കമന്റ്. പിന്നെ നമ്മുടെ പ്രൊമോഷൻ കാര്യങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് പോസ്റ്റ് നമ്മുടെ സ്വന്തം വർക്കാണ്. നമ്മുടെ കുറെ ഫ്രണ്ട്സും ഒരുപാട് പേരുടെ 2 കൊല്ലമായി നമ്മൾ ഈ സംഭവം ഷൂട്ട് ചെയ്ത് വെച്ചിട്ട്. നമ്മൾ 2 കൊല്ലം മുമ്പാണ് നമ്മുടെ കോളേജിന്റെ പ്രൊജക്ട് ആയിരുന്നു. അത് 10 മിനിറ്റ് നമ്മൾ ഔട്ട് ഇറക്കി. അതിനുശേഷം നീരജ് എക്സ്റ്റെൻഡ് ചെയ്തു. സ്ക്രിപ്റ്റ് കണ്ട് പ്രൊഡ്യൂസർ ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം പ്രൊഡ്യൂസർ വേറെ ഉണ്ടായിരുന്നു, ആള് കൈയൊഴിഞ്ഞു. പിന്നെ നമുക്ക് കുട്ടെന്ന് പറഞ്ഞൊരു കുട്ടെന്ന് പറഞ്ഞ ചേട്ടൻ നമുക്ക് പ്രൊഡ്യൂസറായിട്ട് കിട്ടി. ആള് ഫണ്ട് ഇറക്കി. ഷൂട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാക്കി നമ്മുടെ മ്യൂസിക് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൂടിയിട്ട് നമ്മൾ ഔട്ട് ഇറക്കും. അത് വരുന്നത് നമ്മുടെ തിയേറ്ററിലായിരിക്കും, ശ്രീലക്ഷ്മി. അല്ല, നമ്മൾ ഉറപ്പിച്ചു, നമ്മൾ അവിടെ തന്നെ ഇറക്കും. യെസ്, അപ്പൊ എല്ലാവർക്കും ഫ്രീ ടിക്കറ്റ് ആയിരിക്കും. ജസ്റ്റ് ഒരു ഞാൻ പ്രതീക്ഷിച്ചത് മറ്റേ ഐമാക്സ് ആയാലോ. ലുലുവിലെടുക്കാം. അതുപോലെ അങ്ങനെ പ്രഷർ കയറ്റില്ല. എനിക്ക് പ്രഷർ ഇഷ്ടല്ല. ദിലീപേട്ട നമ്മൾ കാണാൻ പോണെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഗൈസ്, ഒരുപാട് നാളത്തെ കാത്തിരിപ്പും ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മളൊരു വലിയൊരു വ്ളോഗ് ഇടണേ. ഏകദേശം 2 കൊല്ലം ഉണ്ടാവും ഇല്ലടാ നമ്മൾ വ്ളോഗ് ഇട്ടിട്ട്. അതെ,
എല്ലാരും നല്ല ഫാമിലി ഇഷ്യൂസ്. റിച്ചാർഡ് അതിന്റെ ഇടയിൽ കുറെ പ്രശ്നത്തിൽ ചെന്ന് ചാടുന്നു. ഫാമിലി ഇഷ്യൂസ്, റിലേഷൻഷിപ്പ് ഇഷ്യൂ, അങ്ങനെ കുറെ ഇഷ്യൂസ് കാരണം റിച്ചാർഡ് ഗ്യാപ്പ് വന്നു. അതായിരുന്നു ഞാനും പിന്നെ അപ്പൊ റിച്ചാർഡ് വന്നിട്ട് നോക്കാന്ന് പറഞ്ഞു. പിന്നെ അശ്വിനായാലും അങ്ങനെ തന്നെ അങ്ങനെയായിരുന്നു. നീരജായാലും അങ്ങനെ എന്നെ എല്ലാരും കൂടി ഒഴിവാക്കി. റിച്ചാർഡ് നീരജ് അശ്വിൻ ദാസ് അടിയോടടി. ഇവ പൊടി. അതെ പൊടി. ഇപ്പൊ നമ്മളെല്ലാം നിർത്തി, നമ്മൾക്ക് നല്ല കുട്ടികളായി. ഇത് മറ്റേ വേടന്റെ പോലെ നമുക്ക് എല്ലാ സാധനവും സപ്ലൈ ചെയ്യണത് നമുക്ക് നമ്മുടെ ഫുൾ സപ്ലയർ നമ്മുടെ ദൈവനായിരുന്നു. ഒരു ടാറ്റ കൊടുത്താൽ ഹായ്. റിച്ചാർഡ് കുന്നത്ത് വീട്ടിൽ ഹൗസ് ഒല്ലോർ. യെസ്, ഇത്ര മതി. 6 മിനിറ്റ് ആയി. അപ്പൊ ബാക്കി വിശേഷം സ്ക്രീനിൽ ഞങ്ങൾ പതുക്കെ കാണിക്കാം. യെസ്, ഞാൻ ഡീടോനൊക്കെ ചെയ്ത് സ്കിന്നൊക്കെ സെറ്റ് ആക്കി. എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ ഫേസ് 2 എന്ന് പറഞ്ഞൊരു ബ്യൂട്ടി അവിടെയാണ് ചെയ്തത്. നമ്മളൊരു പുതിയ ലുക്ക് ഓക്കെ ഗൈസ്. അപ്പൊ നമ്മള് ഓൺ ദ വേ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ മുരിങ്ങൂര് കഴിഞ്ഞിട്ടുണ്ട്. മുരിങ്ങൂര് കഴിഞ്ഞിട്ട് നമ്മള് ആരും ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ പോകത്തുള്ളൂ. ഇത്ര നാള് ഞാന് വ്ളോഗിലില്ലാഞ്ഞത് മൈൻഡ് കുറച്ച് സെറ്റ് ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ചങ്ക് ജോലിക്കൊക്കെ പോയി. ഇപ്പൊ പിന്നെ കുറച്ച് വർക്കൊക്കെ ഡൗൺ ആയി. അപ്പൊ ഇനി തൊട്ട് നമ്മള് നല്ല ആക്റ്റീവായിട്ട് വരുന്നതായിരിക്കും. അത് സീനില്ല. നമുക്ക് ചാലക്കുടിന്ന് ഫുഡ് കഴിക്കാടാ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് ഗൈസ്. ചാലക്കുടിക്ക് താഴേക്ക് എത്തണമെങ്കിൽ സ്ഥലം പറയണം. അടഞ്ഞു നോക്ക. ഇവ എന്താ കിടന്ന് കാണിക്കണേ? തവള മറിയയില് എന്താ ഉദ്ദേശിക്കുന്നത് നീ? ഗായ്സ്, വിഷ്ണു എന്തോ പണി പഠിക്കുന്നുണ്ട്. വണ്ടി ഇന്ന് തന്നെ റെന്റിനെടുത്ത് ഇന്ന് തന്നെ ഫുൾ പൈസ കൊടുത്ത് നമ്മൾ ഈ വണ്ടി വാങ്ങുന്നതായിരിക്കും. അതെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിഷ്ണുവിൻ്റെ ആണ് തല. അപ്പോൾ നമ്മള് ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. പൊങ്ങം തട്ടുകട. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു തട്ടുകട കണ്ടു. അപ്പോൾ തട്ടുകടയിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്പർ പ്ലേറ്റ് ഒക്കെ നമ്മൾ ഹൈഡ് ചെയ്യും. നമ്മളെടുത്ത വണ്ടിയാണത്. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. എടാ വിഷ്ണു വണ്ടിയിൽ നിന്ന് ഇറങ്ങണ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. അശ്വിൻ ദാസ് ഒക്കെ ഉണ്ട്. ഓ മൂട്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം. എൻ്റെ പുതിയ ഹെയർ സ്റ്റൈലാണ്. ആരും തുപ്പരുത്, ജസ്റ്റ് ഒന്ന് സെറ്റാക്കാൻ നോക്കിയത് ഗായ്സ്. അപ്പം നമ്മൾ കൈ കഴുകുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇവൻ കഞ്ഞിയാണ് കുടിക്കുന്നത്. അത് ഞാൻ വരുമ്പോൾ കാണിച്ചാണ് ഡിഷസ്. ചോറ് വന്നിട്ടുണ്ട്. 2 നെയ്ച്ചോറ്, 3 പറഞ്ഞത്. അവൻ പട്ടിണിയാണ്. ആരാ പറഞ്ഞ? ഗായ്സ്, ചക്കൻ കഞ്ഞിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇത് നമ്മുടെ കറി, ബീഫ്. ബീഫ് വന്ന് നമ്മുടെ വിഷ്ണുവിന്റെ കഞ്ഞി വന്നിട്ടുണ്ട്. വിഷ്ണു കഞ്ഞി കുടിക്കാൻ പോകുന്നു. ഒരു സിപ്പ് എടുത്തറ. ഒരു സ്പൂൺ കഴിച്ച. കഞ്ഞി കുടിക്കുന്നേ. അപ്പോ കഴിക്കുന്നതാണ്. ഇത് ബീഫ്. ബീഫും നെയ്ച്ചോറും. എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ കുറച്ച് വർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഒരു കാർ റെന്റിനൊക്കെ എടുത്തിട്ട്, ഞങ്ങളെ കുറച്ച് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു കാറൊക്കെ റെന്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കാറൊക്കെ റെന്റ് എടുത്തിട്ട് ഇവിടെ ഗൈസ് കുറേ പിള്ളേരുണ്ട്. ഞാൻ കാണിച്ചു തരാം ഓരോരുത്തരും. ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്താണ് പേരെന്താണ്? പേര് പറ. അശ്വിൻ. ഇതാണ് നമ്മുടെ അശ്വിൻ. മെയിൻ ഫോട്ടോഗ്രാഫറാണ്, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്, സീനാണ്, ലിറ്റാണ്. വണ്ടി ഓടിക്കുന്ന ആള് ആരാണ് പറയണ? നീരജ് ഡയറക്ടർ. യെസ്, നമ്മുടെ ഓട്ടർ. അതുപോലെ അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നൊരു അടിപൊളി കല്യാണത്തിന് പോവാണ്. നമ്മുടെ കൂടെ നീരജ് ഉണ്ട്. റിച്ചാർഡ് ഉണ്ട്.
പിന്നെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായ അശ്വിൻ ദാസ്, പിന്നെ പ്രൊഫഷണൽ വേറെ റിച്ചാർഡ് ഉണ്ട്, പിന്നെ നമ്മുടെ നീരജ് ഉണ്ട്, ഡയറക്ടർ വൺ ആൻഡ് ഓൺലി. അപ്പൊ നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ നേരെ എങ്ങോട്ടാ പോകണം? എറണാകുളം പോയിട്ട് നമ്മൾ ഒരു അടിപൊളി കല്യാണം എടുക്കാണ്. ഇതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ തലവര, അങ്ങനെ കുറച്ച് നടികറ്, പിന്നെന്താണ് ദാവീദ്, ഷോർട്ട് ഫിലിം എഡിറ്റർ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് കേട്ടോ. നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ, അപ്കമിങ് സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. പിന്നെ ഈ വീഡിയോ വരുന്നത് നമ്മുടെ സ്വന്തം ചെക്കൻ്റെ ചാനലിലാണ്, ടെക്നോ ഇൻഫോർ. ഇതാണ് ആള്. ഹോട്ടല് ഞങ്ങളെ കൊല്ലങ്ങളായിട്ടുള്ള പ്രയത്നത്തിലാണ് 1 മില്യൺ അടിക്കാൻ. അല്ല, നമ്മുടെ ആദ്യം ടാർഗറ്റ് എന്ന് വെച്ചാൽ 1K ആയിരുന്നു, ഞങ്ങൾ നിർത്തി. പിന്നെ അടുത്ത ടാർഗറ്റ് 10K അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും 10K അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഗിവ് അവേ വരുന്നുണ്ട്. ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല, അതുകൊണ്ട് ആ പ്രീമിയം ഞാൻ എടുത്തു. നമ്മളിപ്പോ കല്യാണ വീട് എത്തിയിട്ടുണ്ട്. നമ്മളെ ചെക്കന്മാരുടെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ അശ്വിനൊക്കെ പ്രൊവൈഡ് ചെയ്യണം, ആള് മോഡൽസിനും മാത്രം. അതൊക്കെ വിഷ്ണു ഉണ്ട് കേട്ടോ. വിഷ്ണു M4 വീഡിയോ എടുക്കുന്ന ആളാണ്. എനിക്ക് നാളെയാണ് പണി. ഞാൻ ഇന്ന് ട്രയലാണ്, ഞാൻ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ ഗൈസ്, നമുക്കത് കാണാം. ഞാനും വിഷ്ണു തന്നെ അങ്ങനെ മൈക്കൊക്കെ സെറ്റ് ചെയ്യാണ് ഗൈസ്. എന്താ സീനായിട്ടുണ്ട്. എടാ ഇതോ പോയടാ, മോനെ. ഗൈസ്, നമ്മുടെ ചെക്കന്മാരിവിടെ പൊളിക്കാണ് ഗൈസ്. ഇവന്റെ തുക്കടാച്ചി ഐക്യം കൊണ്ട് ഓപ്പോ F29 അടുത്താവാൻ വൈകി. അതെന്താ സാച്ചുറേഷനാ ഗായ്സ്. ഇത് നോക്കി, നാച്ചുറൽ കളർ സെറ്റാണോ നോക്കാണ്. ഫുൾ ആൾക്കാരാണ് ഗൈസ്. ഫുഡ് പരിപാടികൾ. വി ആർ വെയിറ്റിംഗ് ഫോർ ദിസ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ ഫ്ലിപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, എടാ നിനക്ക് തന്നിട്ടുണ്ട് കേട്ടാ, നിനക്ക് തന്നിട്ടുണ്ട്. എടാ നിനക്ക് തന്നിട്ടാ ഗൈസ്. നമ്മള് ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. ആര് MCP-ലാണ്. ഗായ്സ്, ഞങ്ങളുടെ വർക്ക് കഴിഞ്ഞിട്ടൊന്നുമില്ല, പകുതി ആയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കാൻ പോവാണ്. പടമായി ശരിക്കും പറയുകയാണെങ്കിൽ.